വളരാനുള്ളൊരു കാരണമാക്കി തീർത്തു. അന്ന് 200 കൊല്ലം മുമ്പ് ഞങ്ങളുടെ വാപ്പമാർ വന്നപ്പോൾ അവർ ചൊല്ലി വന്നതാണ് വഹീദ്ദീൻ മാല. അത് ഇന്നും ഞങ്ങളുടെ വീട്ടിൽ ചൊല്ലി വരുന്നുണ്ട്. മങ്കൂസ് മൗലൂദും ഷറഫൽ അനാമും ബർസഞ്ചിയും ഞങ്ങൾ ഇവിടെ നടത്തി വരുന്നു എന്ന് ആ നാട്ടിലുള്ള, പ്രത്യേകിച്ച് ഫിജിയിലുള്ള ജനങ്ങൾ പറയുകയുണ്ടായി. മാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിന്നത് മുഴുവനും അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെയാണ്. ഇൻഷാ അല്ലാഹ് വിശദമായി സഅദിയ സമ്മേളനത്തിൽ നമുക്ക് ആ കാര്യം പ്രസംഗിക്കാം. ഇപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനി ഇവിടുന്നത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഉദ്യാപനം വളരെ ദൂരം തന്നെയാണ്, അവിടെ എത്തണം, അവിടെയും പ്രസംഗിക്കണമല്ലോ. അതാണ് ആദ്യമായിട്ട പരിപാടി. അതിന് തുടർന്ന് വള്ളക്കോട് ഉസ്താദുകൾ ഉണ്ടാക്കിയെടുത്തതായതല്ല. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. പ്രവർത്തകന്മാര് അങ്ങനെ തന്നെയാണ്. നമ്മളെ സൂയസിന്റെ പുതിയ ഭാരവാഹികൾ സ്റ്റേറ്റ് കൗൺസിലിൽ നിന്ന് ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ അതിനു മുമ്പ് ജില്ലാ കൗൺസിലർമാരെയും ജില്ലാ ഭാരവാഹികളെയും എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ കാസർകോട്ട് നിന്നുള്ള ആളുകളെ തെരഞ്ഞെടുത്തത് നിങ്ങളിപ്പോൾ കേട്ടു. വൈസ് പ്രസിഡന്റായി പള്ളങ്കോട് ഉസ്താദിനെ സ്റ്റേറ്റ് കമ്മിറ്റി തെരഞ്ഞെടുത്തു. അതൊന്നും ചെറിയ കമ്മിറ്റിയല്ല, വലിയ കമ്മിറ്റികളാണ്. അങ്ങനെ മറ്റ് ഉള്ളവർ ജില്ലാ സെക്രട്ടറിമാരായി. അതൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള, ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരു ചാൻസ് എന്നാണ് അതിന്റെ അർത്ഥം. ആ ചാൻസ് അള്ളാഹു തആല തരുന്നതിൽ ആ ലഭിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ സന്തോഷിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെയാണ്. ഇസ്ലാം ഇവിടെ ആദ്യമായി സ്ഥിരപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വേരൂന്നിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ടാണ്. നബിതങ്ങൾ പണം കൊടുത്ത് ആളുകളെ ഇസ്ലാമാക്കിയത് അല്ല, അക്രമം കാണിച്ചുകൊണ്ട് ഇസ്ലാമാക്കിയതല്ല, ഒരിക്കലും ഭീകരതയിലൂടെയോ തീവ്രതയിലൂടെയോ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലൂടെയോ പ്രകോപനങ്ങളിലൂടെയോ ഒന്നും ഉണ്ടാക്കിയ മതമല്ല ഇസ്ലാം. മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കണ്ട് ഇസ്ലാമിലേക്ക് വന്നവരാണ് സഹാബത്ത്. അതേ സഹാബത്തിന് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സഹാബത്തിന്റെ കറാമത്ത്, അങ്ങനെ അഇമ്മത്ത് അർബഅത്ത് 4 ഇമാമുകളുടെ കറാമത്ത്, അതിനുശേഷം മറ്റ് ഔലിയാക്കളുടെ കറാമത്ത്. ആ കറാമത്തുകൾ കൊണ്ടാണ് ഇസ്ലാം മതം ഇവിടെ പ്രചരിച്ചത്. അതിൽ വളരെ കൂടുതൽ അറിയപ്പെട്ട മഹാനാണ് ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അവരെ പോരിശയും അവരുടെ മഹത്വവും എണ്ണിപ്പറഞ്ഞാൽ തീരാത്ത അത്രയും ഉണ്ട്. ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി മുഹമ്മദ് അവർകൾ ഉണ്ടാക്കിയ മുഹ്യിദ്ദീൻ മാല, ആ കാലഘട്ടത്തിൽ ഭാഷയില്ല. ഇവിടെ നിങ്ങൾ സ്കൂളിൽ പോകുന്ന അധ്യാപകന്മാര് എല്ലാം പഠിക്കും, തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷ ആദ്യമായി ഉണ്ടാക്കിയത്. പറഞ്ഞതിന്റെ അർത്ഥം അതിന് മുമ്പ് മലയാള ഭാഷ ഇല്ല എന്നല്ല, അതിന് മുമ്പ് മലയാള ഭാഷ ഉണ്ട്. തുഞ്ചത്ത് എഴുത്തച്ഛൻ അതിന്റെ അക്ഷരങ്ങൾ ക്രമീകരിച്ച് ഉണ്ടാക്കിയ ആളാണ്. അതിന്റെ മുമ്പുള്ള മലയാളാണല്ലോ ഈ പറയുന്നത്. അല്ലാഹു തിരുപ്പേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പർ എന്ന് പറയുമ്പോൾ അരുൾ ചെയ്ത എന്നുള്ളത് മലയാളമാണ്, തുതി എന്ന് പറഞ്ഞത് മലയാളമാണ്, തുടങ്ങാന്ന് പറഞ്ഞത് മലയാളമാണ്. അങ്ങനെ മലയാളവും അറബിയും അറബി മലയാളവും മറ്റ് ഭാഷയും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ കട്ടികളിൽ ഒന്നായ മുഹ്യിദ്ദീൻ മാല, ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബിന്റെ ചരിത്രം മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയും.
പ്രിയപ്പെട്ട യുവാക്കളെ, സുഹൃത്തുക്കളെ, അതേ സമയത്ത് ആ മഹാനവറുകൾ ശരീഅത്ത് ശരിയായ നിലക്ക് മുറുകെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഇന്നത്തെ പുതിയ കക്ഷികൾ ബിദഈ പ്രസ്ഥാനക്കാർ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിനെ ഇടിച്ചു താഴ്ത്തും. മൊയ്തീൻ അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യും. അവരോട് ഗൗസുൽ ആദം ഒന്നും ചെയ്തിട്ടില്ല. ഗൗസുൽ ആദം അവരെ എന്തെങ്കിലും ചെയ്തോ? ചെയ്തിട്ടില്ല. പക്ഷേ ഒറ്റ വാദം അദ്ദേഹത്തിന്റെ കിതാബുൽ ഗുല്യത്തിൽ താലിബി ത്വരീഖുൽ ഹഖ് എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, ഫഅലൽ മുഅ്മിനി ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅ. ഫഅലൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യൻ, അത് ശാഫിഈയായാലും ഹനഫിയായാലും ഹംബലിയായാലും മാലിക്കിയായാലും മദ്ഹബ് ഏത് മദ്ഹബായാലും, ഫഅലൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന് നിർബന്ധമാണ് ഇത്തിബാഉ അഹ്ലി സുന്നത്തി വൽ ജമാഅത്തി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പിൻപറ്റൽ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മാ കാന അലൈഹിൽ അഇമ്മത്തുൽ അർബഅതു, 4 ഇമാമുകൾ പഠിപ്പിച്ചിട്ടുള്ളത്, മാ കാന അലൈഹി സ്വഹാബത്തു, സഹാബത്ത് പഠിപ്പിച്ചിട്ടുള്ളത്, അതിനുശേഷം അയിമ്മത്ത് അർബഅത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വഹാബത്തും താബിഈകളും അയിമ്മത്ത് മുജ്തഹിദുകളും അവർ പഠിപ്പിച്ചതായ രീതി. കാരണം പരിശുദ്ധ ഖുർആൻ ഇവിടെ ഉണ്ടെങ്കിലും ആ ഖുർആനിന്റെ അർത്ഥം എന്താണെന്ന് സാധാരണക്കാർക്ക് അറിയുകയില്ല. ഉണ്ടോ? ഇവിടുത്തെ സാധാരണക്കാരന്റെ മുമ്പിൽ മുസ്ഹഫ് എടുത്തു വെച്ചു കൊടുത്താൽ ആ ഖുർആനിന്റെ അർത്ഥം അവന് അറിയാൻ സാധിക്കുകയില്ല. അവൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഖുർആൻ അനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കണം എന്നതിൽ തർക്കവും ഇല്ല. ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കണം എന്നതിൽ ആർക്കും തർക്കമില്ല. ഖുർആനിന്റെ അർത്ഥം പോലും അറിയാത്ത സാധാരണക്കാരാണ് 99.25% ആളുകളും. ഈ ആളുകൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഖുർആനിൽ പറഞ്ഞത് ഇന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതർ വിവരിച്ചു തന്നതനുസരിച്ച് ജീവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഒരു നാടൻ വൈദ്യൻ വന്നു, കാസർഗോഡ് അങ്ങാടിയിൽ വെച്ച് ലെക്ചർ ചെയ്ത് അടിച്ച് കസർത്തിയിട്ട് അയാൾ പ്രസംഗിച്ചു. നല്ല പച്ച മരുന്ന്, ഒറ്റമൂലിക ഉണ്ട്, അത് കഴിച്ചാൽ റിയാക്ഷൻ വരില്ല, സൈഡ് എഫക്ട് വരില്ല, രോഗത്തിന് മറ്റൊരു രോഗവും ഉണ്ടാവില്ല, നല്ല ഒറ്റമൂലിക മരുന്ന്, അല്ലെങ്കിൽ ഏതാനും 2, 3, 4 മരുന്ന് കൂടിയ പച്ചമരുന്നുകൾ കൊണ്ട് കഷായം വെച്ച് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കഷായവും വിറ്റ് കാശ് വാങ്ങി അയാൾ പോയി. പ്രിയപ്പെട്ട സുഹൃത്തെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത്. ഈ പച്ചമരുന്ന് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഒറ്റമൂലിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാസർഗോഡുള്ള ജനങ്ങൾ മുഴുവനും നാളെ രാവിലെ കാട്ടിലേക്ക് കയറി അവർക്ക് ഇഷ്ടമുള്ള മരുന്ന് പറിച്ച് കൊണ്ടുവന്ന് കഴിക്കാമെന്ന് ആരെങ്കിലും അർത്ഥം മനസ്സിലാക്കുമോ? ഇല്ല. പിന്നെയോ, ഈ മരുന്ന് ഏതാണ്, ഏത് രോഗത്തിന് ഏത് മരുന്നാണ് കഴിക്കേണ്ടത് എന്ന് തഴക്കവും പഴക്കവും നൈപുണ്യവും ശ്രദ്ധിച്ച വൈദ്യൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് പച്ചമരുന്ന് കഴിക്കണം, ഒറ്റമൂലിക കഴിക്കണം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാത്ത ബുദ്ധിയുള്ള ഒരു മനുഷ്യരുമുണ്ടാവുകയില്ല. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും അനുസരിച്ച് നാം ഇവിടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ആയത്തും ഹദീസും പഠിച്ചിട്ടുള്ള മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തന്ന എല്ലാ നിയമങ്ങളും സ്വീകരിക്കുക എന്നാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്.
അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ. ഓ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടണം, അല്ലാഹുവിന് തഖ്വ ചെയ്യണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ, സജ്ജനങ്ങളുടെ കൂടെ നിങ്ങളാവണം. ആണോ? അപ്പോൾ നമുക്ക് തഖ്വ ചെയ്യണമെങ്കിൽ, അല്ലാഹുവിന് വഴിപ്പെടണമെങ്കിൽ നമുക്ക് സ്വാദിഖീങ്ങളായ സജ്ജനങ്ങളായ ജനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുക തന്നെ വേണം. സജ്ജനങ്ങളെ കൂടെ മുറുകെ പിടിച്ച് അതിൽ മെമ്പർഷിപ്പ് എടുത്ത് അവരോട് ഒട്ടിപ്പിടിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ഈമാൻ സലാമത്താകും. അല്ലാത്ത പക്ഷം തോന്നിയത് പറഞ്ഞു നടക്കുന്ന ബിദഈ പ്രസ്ഥാനക്കാർ, ഇന്നത്തെ പുതിയ പുതിയ വാദഗതിക്കാർ, അവര് നിങ്ങളെ സമീപിച്ചുകൊണ്ട് ഖുർആനനുസരിച്ച് നടക്കണം, ഹദീസനുസരിച്ച് നടക്കണം എന്ന് പറയുമ്പോ ഈ ഖുർആനിന്റെ അർത്ഥം എന്താണെന്ന് അവരോടൊന്ന് ചോദിക്കുക. അവൻ പറയും എനിക്കതറിയില്ല. അവൻ പറയും അത് ഇന്ന കോജ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ഇമാമ് പറഞ്ഞിരിക്കുന്നു എന്ന്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ പറയുന്നത്. ഹോജാക്കന്മാരും ഇമാമുകളും മഹാന്മാരും പറഞ്ഞത് അനുസരിച്ച് ഖുർആൻ മനസ്സിലാക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ഖത്താബ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന കിതാബിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു, അൽ മഖാലത്തുൽ ഊലാ ഫീമാ ലാ ബുദ്ദ മിൻഹു. 1-ാമത്തെ അധ്യായം വളരെ കഠായമായ, വളരെ നിർബന്ധമായ വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ലാ ബുദ്ദ ലികുല്ലി മുഅ്മിൻ കട് ലാ ബുദ്ദ ലികുല്ലി മുഅ്മിനിൻ, ഒരു മുഅ്മിനും കൂടാതെ കഴിയില്ല, മിൻ സലാസത്തി അശ്യാ, 3 വസ്തുക്കൾ കൂടാതെ കഴിയില്ല. ഒന്ന് അംറുൻ യംതസിറുഹു, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുക. രണ്ടാമത്തത് നഹിയുൻ യജ്തനബു അൻഹു, അല്ലാഹു വിരോധിച്ച കാര്യത്തെ വെടിയുക. മൂന്നാമത്തത് വഖദറു യറുല്ലാഹി ബിഹി, അല്ലാഹുവിന്റെ ഖദർ കൊണ്ട് പൊരുത്തപ്പെടുക. റഹ്മാനുറഹീമായ അല്ലാഹ്, ഞങ്ങളൊക്കെ തന്റെ ഖളായിലും ഖദറിലും പൂർണ്ണമായി വിശ്വസിച്ചവരാണ്, ഞങ്ങൾ പൊരുത്തപ്പെടുന്നവരാണ്. എങ്കിലും ഞങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും നിന്റെ ഖളായിൽ ഇല്ലാതെയാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന ഖളാ ഖദർ ഞങ്ങളിലേക്ക് നീ ഇടല്ലേ അല്ലാഹ്. നിന്റെ ഖളാ ഖദർ ഏതുണ്ടെങ്കിലും ഞങ്ങൾ വിശ്വസിക്കും, ഞങ്ങൾ സ്വീകരിക്കും, ഞങ്ങൾ അങ്ങേയറ്റം സ്വീകരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിവ് കുറഞ്ഞവരാണ്, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ ശക്തിയില്ലാത്തവരാണ്. അതുകൊണ്ട് ക്ഷമിക്കാനാവാത്ത വിഷമങ്ങളൊന്നും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഖൈറിനെ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞി ഉസ്താദ് അങ്ങേയറ്റത്തെ ക്ഷീണിതനാണ് എന്ന് കഴിഞ്ഞ ആഴ്ച കേട്ടപ്പോ ഞങ്ങളൊക്കെ വളരെ വേദനിച്ചു. അങ്ങനെ നമ്മളെ മുതഅല്ലിമീങ്ങളെ കൊണ്ട് ലൈസലഹാ മിൻ ദൂനില്ലാഹി കാശിഫ എന്ന് 1,00,000 പ്രാവശ്യം ഞാൻ ചെല്ലിച്ചുകൊണ്ട് അലിക്കുഞ്ഞി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തു. ശിഫയാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും അതുപോലെ നമ്മുടെ മഞ്ഞനാടി ഉസ്താദ് അങ്ങനെ എല്ലാവരും ആലിമീങ്ങളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എം.എ. ഉസ്താദ് ജീവിതം മുഴുവനും ജാമിയ സഅദിയയ്ക്ക് വേണ്ടി അധ്വാനിച്ച് ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞു പോയി. മഹാനവരുടെ ദറജനെ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. വാഹിറുൽ അഹ്ദൽ തങ്ങൾ മുഹിമ്മാത്ത് എന്ന സ്ഥാപനമുണ്ടാക്കി നമ്മോട് വിട പറഞ്ഞു പോയി. അല്ലാഹു അവരുടെ ദറജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും നേതാവായിരുന്ന താജുൽ ഉലമാ തങ്ങളവരുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്തും ബർക്കത്തും വേണ്ടി തരുമാറാകട്ടെ. ഔലിയാക്കളുടെയും സാദാത്തിന്റെയും വലിയ ആ പരമ്പര, അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് നിങ്ങൾ
എപ്പോഴും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാദാത്തുക്കൾക്ക്, ജീവിച്ചിരിക്കുന്ന സാദാത്തുക്കൾക്ക് എല്ലാം ബർക്കത്ത് നൽകട്ടെ. വളരെ പെട്ടെന്ന് നമ്മളാരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊസോട്ട്, അല്ലാഹു അവരുടെ ദറജനെ ഏറ്റിക്കൊടുക്കട്ടെ. അവരുടെ ഖബറിനെ സ്വർഗ്ഗതുപ്പാക്കട്ടെ. അവിടുത്തെ മക്കൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല അവരെയും നമ്മളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ നമ്മുടെ കെട്ടിടം നിർമ്മിക്കാൻ ഒരു സ്ത്രീയാണ് സ്ഥലം കൊടുത്തതെന്ന് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു. അല്ലാഹു തആല ആ സ്ത്രീക്ക് വലിയ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ആ സ്ത്രീയുടെ എല്ലാ ദോഷങ്ങളും ഒന്ന് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഈമാനും ഹിദായത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. ആ സ്ഥലം വാങ്ങി ഇതുണ്ടാക്കാൻ പരിശ്രമിച്ച മുന്നോട്ട് വന്ന അബ്ദുള്ള മുസ്ലിയാരും മറ്റിവിടുത്തെ പ്രവർത്തകന്മാരും മുഴുവനും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇതിനോട് സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇനി ഇതിനെ തുടർന്ന് മറ്റു ചില പദ്ധതികൾ കൂടി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. അത് ഞാൻ വ്യക്തമായി ഇപ്പോൾ പറയുന്നില്ല. ആ പദ്ധതി കൂടി അല്ലാഹു തആല ആ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാക്കി തരട്ടെ. ഈ സ്ഥലം, ഈ പരിപാടി നടത്താനുള്ള സൗകര്യം കൊടുത്തത് VP കാഞ്ഞാജി എന്ന് പറയുന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ചെല്ലുന്ന സ്വലാത്തിന്റെ എല്ലാ ബർക്കത്തും അയാൾക്ക് കിട്ടും. ഈ ഭൂമി തന്ന ആൾക്ക്, ഭൂമി നമുക്ക് വെറുതെ തന്നല്ല, ഈ യോഗം നടത്താൻ വേണ്ടി തന്നാണ്. എന്നാലും ഇവിടെ എത്ര ദിക്റും സ്വലാത്ത് ചെല്ലുന്നോ അതിനെല്ലാം കൂലി ആൾക്ക് കിട്ടും. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അതുപോലെ ഖൈറ് ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു തആല ഖൈറ് ബർക്കത്ത് ഏറ്റിക്കൊടുക്കട്ടെ. ഷർറ് ചെയ്യുന്നവരെ അല്ലാഹു അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഖൈറിലേക്ക് അടുപ്പിച്ചു കൊടുക്കട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ആട്ടിപ്പാറ സക്കാവിന്റെ വയതൊന്നും ഉഷാറാണെങ്കിൽ ഇപ്പോ നമ്മളെ ഇതിന് കുറച്ച് കടമുണ്ട് എന്ന് പറയുക. ആ കടം വീഴാനൊരു 10,000 രൂപ വീതം ഓരോരുത്തരും കൊണ്ടുവന്നാൽ 10,000 5,000 ഒക്കെ കുറച്ച് വയനാജി വയനാജി എവിടെയും പിടിച്ചല്ലേ. പിന്നെ മംഗലാപുരണ്ടായിരുന്നു. അവിടെ അവിടുത്തെ ഒരു പദ്ധതിക്ക് അവിടെയും പിടിച്ചു നമ്മള്. ആയിക്കോട്ടെ. ബക്രീദായിട്ട് 25,000 രൂപ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ. ഖത്തർ തന്നില്ലേ തന്നിരുന്നു. ഇനിയിപ്പോ ഒരു 10 കൊടുത്തരും. മതി. മതി. 50 ഇപ്പൊ ഒരു 10 കൊടുത്തരും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സുന്നത്തമായത്തിന്റെ പ്രവർത്തകർക്ക് വലിയ ആശ്വാസം ഖത്തറിൽ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. റസാഖാജി നേരത്തെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 10 കൂടി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. ഇപ്പോ ആഫിയത്തിലേശം കുറവുണ്ടെന്ന് ആർക്കാണെല്ലാവരും. അല്ലാഹു തആല ആഫിയത്തിൽ എഴുതി കൊടുക്കട്ടെ. അങ്ങനൊന്നുമില്ല, കാലിന്റെ മുട്ടിന് വേദനയുള്ളൂ, വേറൊന്നുമില്ല. അല്ലാഹു പൈസക്ക് കുറവില്ല. അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. എന്നാലിപ്പോ 10,000 മതി അല്ലേ? 10,000 മതിയോ? 10 5,000 മതി. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആമീൻ. ഒക്കെ സ്റ്റേജ് വന്നല്ല, ഇവിടെ നിന്ന് കുറച്ചാളൊക്കെ ഉണ്ടാവും. ഒരാൾ 5,000 രൂപ തരാഞ്ഞാൽ എല്ലാവരും കൊടുക്കും. കുറേശ്ശെ ബാഗ് വലിയ സംഖ്യ ഇല്ലാത്തവർ ബക്കറ്റിൽ ഇട്ടു.
1000-ന്റെ ആളോ? 1000-ന്റെ ആളൊരു 25 ആളുണ്ടാവും ഇവിടെ ഇപ്പോ. അല്ലേ? 1000. ഇയാളൊരു 1000 ഉണ്ടാവും, ഇയാളൊരു 1000 ഉണ്ടാവും. ശരി, 1000 ഇട്ടും കൊണ്ടിരിക്കും. ആരാളുള്ളത്? 5000 കൊടുക്കുക. മുഹമ്മദ് എന്താ പേര്? ഇബ്രാഹിം നാളുകൾ 5000 റുപ്യ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹൈറായ ഉദ്ദേശം എല്ലാം പൂർത്തിയായി കൊടുക്കില്ല. നീ തന്നെ മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച സലാത്ത് നടക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.